നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇതിൽ 2 ചിത്രങ്ങളുണ്ട്. ഇന്നൊരു വിശേഷ ദിവസമാണ്. ശ്രാവണവ്രതവും അതുപോലെ തന്നെ സങ്കടഹാര ചതുർത്ഥിയും. ഈ വിശേഷ നാളിൽ ഇതിൽ 2 ചിത്രങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വിനായകൻ്റെയും 2 സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെയും. ഈ 2 ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഈ ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു വിധി പ്രകാരം, അതായത് അത് നടന്നു കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു വിധി മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം ഈ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ. അതായത് അത് നടന്നു കിട്ടുമോ അതോ നടക്കാതിരിക്കുമോ എന്ന് മാത്രം ചിന്തിക്കുക. ഗണപതി ഭഗവാന്റെ ചിത്രമുണ്ട്, മഹാദേവൻ്റെ ചിത്രമുണ്ട്. ഇത് ഒരു തൊടുകുറി ശാസ്ത്രമാണ്. കാലങ്ങളായി തൊടുകുറി ശാസ്ത്രം ഉപയോഗിച്ചു വരുന്നു. 90% ശരിയായി വരാറുമുണ്ട്. അപ്പോൾ ഈ നക്ഷത്ര ജാതകർ ഒരു കാര്യം ആഗ്രഹിക്കുകയാണ്. അതവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുമോ എന്നതാണ് ഇവിടുത്തെ ചിന്താവിഷയം. ആഗ്രഹിച്ച ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെയും ഒരു ചിത്രം തിരഞ്ഞെടുക്കുന്നത്. ഇത്തരം വീഡിയോകൾ ധാരാളമുണ്ട്. ഒരു പക്ഷേ ഇത് കണ്ട് ഒരു 7 ദിവസത്തിനകം നിങ്ങൾക്കിതിൻ്റെ ഒരു പൂർണ്ണമായ റിസൾട്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. പക്ഷെ ഒരു കാര്യം, ഇത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി കാണുക. ആഗ്രഹം നടന്നു കിട്ടാനുള്ളതാണ് എങ്കിൽ നടന്നു കിട്ടണം എന്നുള്ള ചിന്തയോടു കൂടി മാത്രമേ ഏതെങ്കിലും ഒരു ചിത്രത്തിൽ നിങ്ങൾ സ്പർശിക്കാവൂ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കാവൂ. അപ്പോൾ മഹാദേവൻ്റെ ചിത്രമുണ്ട്, ഗണപതി ഭഗവാന്റെ ചിത്രമുണ്ട്. ഈ ചിത്രങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് നോക്കാം ഈ ചിത്രം എത്രമാത്രം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ആ ഒരു കാര്യം നടന്നു കിട്ടുമോ ഇല്ലയോ എന്ന്. ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നിങ്ങൾക്ക് നടന്നു കിട്ടണം, അല്ലെങ്കിൽ നടന്നു കിട്ടരുത്, അതായിരിക്കണം ചിന്ത. ഇത് പെട്ടെന്നൊരു ഫലം ലഭിക്കുന്ന കാര്യമാണ്. അതായത് 7 ദിവസത്തിനകം തീർച്ചയായും അറിയുവാൻ സാധിക്കും. അത് നടന്നു കിട്ടുന്ന കാര്യമാണെങ്കിൽ 7 ദിവസത്തിനകം അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അല്പമെങ്കിലും ലഭിച്ചേക്കാം. അതല്ലെങ്കിൽ കിട്ടില്ല. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. ആദ്യം നമുക്ക് വിനായകൻ്റെ ചിത്രം തിരഞ്ഞെടുത്തവരെ കുറിച്ചറിയാം. സകല വിഘ്നങ്ങളും തീർക്കുന്ന ഭഗവാനാണ് സാക്ഷാൽ വിനായകൻ, ഗണപതി ഭഗവാൻ. നമുക്ക് എന്ത് ദുഃഖങ്ങളുണ്ടെങ്കിലും ഭഗവാനോട് പറഞ്ഞാൽ ഭഗവാൻ അത് തീർത്തു തരും എന്ന് തന്നെയാണ് വിശ്വാസം. അങ്ങനെ നിങ്ങളുടെ സകല വിഘ്നങ്ങളും തീർക്കുന്ന വിനായകനോടാണ് നിങ്ങൾ ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത് നിങ്ങളുടെ കാര്യം നടക്കുമോ ഇല്ലയോ എന്ന്. വിനായകനെ പ്രാർത്ഥിക്കുക. ഓം സുമുഖായ നമഃ എന്ന മന്ത്രം 21 പ്രാവശ്യം ഏതൊരു വ്യക്തി ചൊല്ലുന്നുവോ അവർക്കൊക്കെ ഐശ്വര്യമാണ്, സമൃദ്ധിയാണ്, സന്തോഷമാണ്. നിങ്ങൾ പതിവായി 21 ദിവസം ഓം സുമുഖായ നമഃ എന്ന മന്ത്രം ചൊല്ലുക. എതിരുണ്ടാകില്ല. നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നു കിട്ടുമോ എന്നതാണ് ഇവിടുത്തെ ചിന്താവിഷയം. തീർച്ചയായും നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നു കിട്ടേണ്ടത് തന്നെയാണ്. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് സാക്ഷാൽ വിനായകനെയാണ്, വിഘ്നങ്ങളൊക്കെ തീർക്കുന്ന ഭഗവാനെ. ഇന്ന് സങ്കടഹാര ചതുർത്ഥിയാണ്, നല്ലൊരു ദിനമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും. അതെന്ത് തന്നെയാണെങ്കിലും ഭഗവാൻ അത് നടത്തി തരും. വിഘ്നങ്ങളൊക്കെ തീർക്കുന്ന ഭഗവാന്റെ തിരുനടയിൽ പോയി ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ഭഗവാനെ തിരഞ്ഞെടുത്തവർ. തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും, ഉറപ്പാണ്.
അതും 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. ഉറപ്പാണ്, യാതൊരു സംശയവും വേണ്ട. ഭഗവാനെ ഉറച്ചു വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ കടം മാറുന്നതിനെക്കുറിച്ചാകാം, വിവാഹത്തെക്കുറിച്ചാകാം, ഒരു ജോലിയെക്കുറിച്ചാകാം, വിദേശവാസത്തെക്കുറിച്ചാകാം, വസ്തു വിൽപ്പനയെക്കുറിച്ചാകാം, അല്ലെങ്കിൽ സ്നേഹം നഷ്ടപ്പെട്ടിട്ട് ആ സ്നേഹം തിരിച്ചു കിട്ടുന്നതിനെക്കുറിച്ചാകാം. ഏതായാലും എതിരുണ്ടാവാതെ കാര്യങ്ങളൊക്കെ നടക്കണം എന്ന ചിന്താഗതിയോടുകൂടിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് തീർച്ചയായും നടന്നു കിട്ടും. ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കാൻ ഇനി 7 ദിവസങ്ങൾക്കകം അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അടുത്തത് മഹാവിഷ്ണുവിനെ തിരഞ്ഞെടുത്തവരുടെ കാര്യത്തിലേക്ക് കടക്കാം. ഏതായാലും നിങ്ങൾക്ക് ഭാഗ്യവാനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിച്ച കാര്യം അത് ഒരുപാട് താമസമൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് നടന്നു കിട്ടും. പക്ഷേ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നല്ലൊരു ശ്രമം നിങ്ങൾ നടത്തേണ്ടി വരും. ഓരോ നക്ഷത്രത്തിനും ചെയ്യാവുന്ന കാര്യങ്ങൾ ആ നക്ഷത്രത്തിന് വിധിച്ചിട്ടുള്ള നക്ഷത്ര മുഹൂർത്തത്തിൽ അനുഷ്ഠിക്കേണ്ടതാണ്, പ്രവർത്തിക്കേണ്ടതാണ്. ഓരോ നക്ഷത്രത്തിലും ജനിച്ചവർ അവരുടെ കുടുംബക്ഷേത്രത്തിൽ ദേവതാദേവന്മാരെ വന്ദിക്കേണ്ടതാണ്. ഇവിടെ നിങ്ങളും അത് തന്നെ ചെയ്യുക. ജാതകത്തെ അനുസരിക്കുകയും അനുവർത്തിക്കുകയും ഭാഗ്യത്തെയും പൗരുഷത്തെയും ചേർത്തിണക്കാൻ കഴിയുന്ന ഏതൊരു ജാതകനും വളരെയേറെ ഉയർച്ചയിലെത്താൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്കും അതിന് സാധിക്കും. മഹാവിഷ്ണുവിനെ തിരഞ്ഞെടുത്ത നിങ്ങൾ ഭാഗ്യശാലി തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും. ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അതിന് അല്പസ്വല്പ തടസ്സങ്ങളും കാര്യങ്ങളുമൊക്കെ വരും. മഹാവിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം, പ്രാർത്ഥന നടത്തണം. അത് വലിയൊരു മാറ്റത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുകയും നിങ്ങൾ വിചാരിച്ച കാര്യം, അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾ ഇത് വിചാരിച്ച കാര്യം നടന്നു തന്നെ കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ശ്രമം നടത്തുക, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ആദ്യമൊക്കെ പരാജയം ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് വന്നു ചേരും. ഭഗവാൻ മഹാവിഷ്ണുവിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. സകല ദുഃഖങ്ങളും സകല സങ്കടങ്ങളും മാറ്റി ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയിൽ കൊണ്ടെത്തിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഉണ്ട്. ഇത് തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് സൗഭാഗ്യ സമ്പന്നത വന്നു ചേരും. ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അതും വളരെ പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും, ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇത്തരം വീഡിയോകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം.